ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത റവയും ബ്രെഡും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ടകളൊക്കെ ഉടച്ചിട്ട് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. നമ്മൾ ദോശക്കും അപ്പത്തിനും ഒക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇനോം കൂടി ചേർത്ത് കൊടുക്കാം. ഇനോക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മീഡിയം ഹീറ്റിൽ ദോശത്തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പം കണ്ടില്ല, ഇതിൻ്റെ മുകളിലൊക്കെ ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നിറയെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ. തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ റവയും ബ്രെഡും വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയോ ചട്നിയോ കൂട്ടിയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.